എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. UAEയുടെ സമുദ്രചരിത്രം എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ പരിസ്ഥിതിയുടെ കാഠിന്യവും മറ്റ് വിഭവങ്ങളുടെ ദൗർലഭ്യവും കണക്കിലെടുത്ത് കടൽ എല്ലായ്പ്പോഴും രാജ്യത്തെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. പ്രത്യേകിച്ച് എണ്ണ കണ്ടെത്തുന്നതിന് മുമ്പ് കപ്പൽ നിർമ്മാണവും വ്യാപാരവും മുതൽ മത്സ്യബന്ധനവും മുത്തുവാരലും വരെ സമുദ്രജീവിതം UAE സമൂഹത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മളിന്ന് പോകുന്നത് അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ്, ഷാർജ മാരിടൈം മ്യൂസിയം. പതിവ് പോലെ സനോജും ഞാനും അവധി ദിവസം നോക്കി ഇറങ്ങിയതാണ്. ശരിക്കും പ്ലാൻ ചെയ്തത് ഷാർജ സൂയിൽ പോകാനായിരുന്നു, പക്ഷെ വെട്ടിത്തിരിഞ്ഞ് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് ഷാർജ മ്യൂസിയവും ഷാർജ അക്വേറിയവും കാണാനുണ്ട്. രണ്ടും ഒരു സ്ഥലത്ത് തന്നെയാണ്. എന്നാൽ ഷാർജ അക്വേറിയം ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സമയം 4 മണി കഴിഞ്ഞു. ഷാർജയിൽ അൽഖാനിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ദയവായി മുഴുവനായി കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെത്തി ടിക്കറ്റ് എടുത്തു. നല്ല തിരക്കായിരുന്നു ടിക്കറ്റ് കൗണ്ടറിൽ. ഇന്ന് അവധി ദിവസമായതിനാലാണ്. ഈ മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് അക്വേറിയവും വരുന്നത്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. ഇവിടെ കുട്ടികൾക്കായി പ്ലേ ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെടും. നമുക്കകത്തേക്ക് കയറാം. കയറുമ്പോൾ തന്നെ ഇടത് സൈഡിലായി മത്സ്യത്തിൻ്റെ ഫോസിലും അറേബ്യയിലെ പ്രശസ്തമായ പവിഴങ്ങളും മുത്തുകളും അതുകൂടാതെ അതിൻ്റെ വിവരണങ്ങളും അറബിക്കിലും ഇംഗ്ലീഷിലുമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് അത് വായിക്കാവുന്നതാണ്. മ്യൂസിയത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അവരുടെ പഴയകാല ചരിത്രം വിവരിക്കുന്ന ഒരു വീഡിയോ പ്രൊജക്ടർ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കകത്തേക്ക് കയറാം. ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് 30 ദിർഹംസാണ്. നാട്ടിലെ നമ്മുടെ 690 രൂപ ഏകദേശം വരും. സീസൺ അനുസരിച്ച് ഓഫറിൽ വ്യത്യാസം ഉണ്ടാവും. 2 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആണ്. 2 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 5 ദിർഹംസാണ് ടിക്കറ്റ് ചാർജ്. ഈ ഒരു ടിക്കറ്റ് വെച്ച് ഷാർജ മ്യൂസിയവും ഷാർജ അക്വേറിയവും നമുക്ക് സന്ദർശിക്കാൻ സാധിക്കും. എല്ലാ ദിവസവും മ്യൂസിയം ഓപ്പൺ ആയിരിക്കും. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയാണ് സന്ദർശന സമയം. വെള്ളിയാഴ്ച മാത്രം വൈകിട്ട് 4 മണി മുതൽ രാത്രി 8 മണി വരെ ആയിരിക്കും. UAEയുടെ സമുദ്രചരിത്രം ഉയർത്തിക്കാട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഷാർജ ഹെറിറ്റേജ് ഏരിയയിൽ 2003 ഷാർജ മാരിടൈം മ്യൂസിയം ആദ്യമായി തുറന്നത്. കടലിൻ്റെ പ്രാധാന്യവും പ്രദേശത്തിൻ്റെ ഭൂതകാലത്തിൽ അതിൻ്റെ പ്രസക്തിയും കൊണ്ടാണ് മ്യൂസിയം നിർമ്മിക്കപ്പെട്ടത്. 2000കളുടെ തുടക്കത്തിൽ തന്നെ മ്യൂസിയം സൃഷ്ടിക്കപ്പെട്ടെങ്കിലും പിന്നീട് അൽഖാനിൽ ഹിസ് അവന്യൂവിലെ ഒരു പുതിയ സ്ഥലത്തേക്ക് മ്യൂസിയം മാറ്റി സ്ഥാപിക്കപ്പെട്ടു. 2009 ജൂലൈ 7 പൊതുജനങ്ങൾക്കായി വീണ്ടും തുറന്നുകൊടുത്തു. കടൽ എങ്ങനെ പ്രധാനമായിരുന്നു എന്ന് കാണിക്കുന്ന വിവിധ ഇനങ്ങൾ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഷാർജയുടെ രൂപീകരണത്തിന് കാരണമായതും
6000 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി താമസക്കാർ ഈ സ്ഥലം തിരഞ്ഞെടുക്കുന്നതിനുമുള്ള പ്രധാന കാരണവുമായിരുന്നു ഈ കാണുന്നവയെല്ലാം. UAE നിവാസികൾ എണ്ണ കണ്ടെത്തുന്നതിന് മുമ്പുള്ള അവരുടെ ജീവചരിത്രത്തിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ പായ്ക്കപ്പലും ബോട്ടുകളും അനുബന്ധ ഉപകരണങ്ങളും, അന്നത്തെ അവരുടെ വസ്ത്രങ്ങളും, തൂക്കം നോക്കുന്ന ത്രാസും, മീൻ പിടിക്കുന്ന കുട്ടകളും, ചൂണ്ടക്കുളത്തും അന്നത്തെ കറൻസിയും വരെ നമുക്കിതിൽ കാണാം. വീക്കെൻഡിലാണ് നമ്മൾ വന്നത്. ഫാമിലിയാണ് കൂടുതലും വിസിറ്റേഴ്സായിട്ട്. ഇടദിവസങ്ങളിൽ വന്നാൽ ഇത്രയും തിരക്കുണ്ടാവില്ല. സമയപരിമിതി ഒന്നും തന്നെയില്ല. എത്ര സമയം വേണമെങ്കിലും നമുക്കിവിടെ ചിലവഴിക്കാം. ഒന്നിലും സ്പർശിക്കാനോ എടുക്കുവാനോ അനുവാദമില്ല. ഷാർജയുടെ വികസനത്തിന് കടലിൻ്റെ പ്രാധാന്യം, മുത്തുകൾ, മത്സ്യബന്ധനം, വ്യാപാരം എന്നിവ ഈ പ്രദർശനങ്ങളിലൂടെ വെളിപ്പെടുന്നു. ഫിഷിംഗ്, ഡൈവിംഗ് ഉപകരണങ്ങൾ ഉൾപ്പെടെ ഒരു പൂർണ്ണ വലിപ്പമുള്ള മുത്തുകളുള്ള ബോട്ട് ഉൾപ്പെടെ മറ്റ് നൗകകളും പ്രദർശനങ്ങളിലുണ്ട്. ഷാർജ മാരിടൈം മ്യൂസിയത്തിൽ അസാധാരണമായ സാഹസികതയോടെ ഒരു ദിവസം ആസ്വദിക്കാൻ ഇവിടെ നിങ്ങൾക്ക് ഷാർജയുടെ രസകരമായ സമുദ്രചരിത്രവും പൈതൃകവും പര്യവേഷണവും ചെയ്യാനും കടൽ ശക്തമായി സ്വാധീനിച്ച ഷാർജ നിവാസികളുടെ ആചാരങ്ങളെക്കുറിച്ച് അറിയുവാനും കഴിയും. നമ്മുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായി ഷാർജ അക്വേറിയം വീഡിയോ ഉടനെ ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.